നമസ്കാരം. നമ്മൾ പുതിയൊരു അധ്യായമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്, പ്ലാനിംഗ്. നമ്മൾ ഇതിനു മുമ്പിട്ട് ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, പ്ലാനിംഗ് ഈസ് ദി ബേസിക് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മീനിങ്ങും ഒന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ. പ്ലാനിംഗ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആണിതൊക്കെ. അതിൽ ഓരോന്നും എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലാനിംഗ് എന്താണെന്ന് ഒന്നുകൂടെ പരിശോധിക്കാം. വാട്ട് ഈസ് പ്ലാനിംഗ്? പ്ലാനിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, വേർ ഇറ്റ് ഈസ് ടു ബി ഡൺ, when it is to be done, how is to be done, why it is to be done, who is to do it. പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചില കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കലാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ടു ബി ഡൺ, എന്തു ചെയ്യണം. അതേപോലെ തന്നെ വേർ ഇറ്റ് ഈസ് ടു ബി ഡൺ, എവിടെ ചെയ്യണം. വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ, എപ്പോൾ ചെയ്യണം. ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ, എങ്ങനെ ചെയ്യണം. വൈ ഇറ്റ് ഈസ് ടു ബി ഡൺ, എന്തുകൊണ്ട് ചെയ്യുന്നു. ഹു ഈസ് ടു ഡു ഇറ്റ്, ആരാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കുകയാണെങ്കിൽ അതിനെയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് ഈസ് എ തിങ്കിങ് ഫങ്ഷൻ. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന ഒരു പ്രക്രിയ അഥവാ പ്രവർത്തനം ആകുന്നു. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ മീനിങ് ആണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡെഫനിഷൻ. അക്കോർഡിംഗ് ടു തിയോ ഹൈമൻ, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. എന്തു ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് തിയോ ഹൈമാൻ പ്ലാനിങ്ങിന് നൽകിയിരിക്കുന്ന ഡെഫനിഷൻ. എന്തു ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നു. പ്ലാനിംഗ് ബ്രിഡ്ജസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. നമ്മൾ എവിടെയാണ്, വേർ വി ആർ, നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്, ഇവ തമ്മിലൊരു അന്തരം എന്തായാലും ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്. ബിസിനസ് സ്റ്റഡീസിൽ എ ഗ്രേഡേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ എവിടെയാണ്? എ ഗ്രേഡിലാണ് ഉള്ളത്. എവിടേക്ക് പോകണം? A+ലേക്ക് പോകണം. അപ്പോൾ അവ തമ്മിലൊരു ഗ്യാപ്പില്ലേ? ആ ഗ്യാപ്പിനെ പ്ലാനിംഗ് ബ്രിഡ്ജ് ചെയ്യും, കൂട്ടിയോജിപ്പിക്കും. ശരിയായ വിധത്തിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എ ഗ്രേഡ് ഉള്ളവർക്ക് A+ നേടിയെടുക്കാൻ വേണ്ടി കഴിയും. പ്ലാനിംഗ് ഗംഭീരമാകണം. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും ഗംഭീരമാകണം. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബേസിക് മാനേജിങ് ഫങ്ഷൻ. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ഒരു അടിസ്ഥാന പ്രവർത്തനമാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് പ്ലാനിംഗ്. പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം അഥവാ നേട്ടങ്ങൾ. ഫസ്റ്റ്, പ്ലാനിംഗ് പ്രൊവൈഡ്സ് ദി ഡയറക്ഷൻ. Planning provides the direction in which all the activities of the enterprise should move to achieve the desired goals. Planning direction ഇടവരുത്തുന്നു. Provides direction in which all the activities the enterprise should move to achieve the desired goals. എല്ലാ പ്രവർത്തനങ്ങളും, സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്ഥാപനത്തിൻ്റെ നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ളതാണ്, അതിനു വേണ്ടിയുള്ളതാണ് എന്ന് പ്ലാനിംഗ് ഉറപ്പുവരുത്തുന്നു. പ്ലാനിംഗ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. സെക്കൻഡ്, ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ ത്രൂ ഇറ്റ്സ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ്, വെൽ പബ്ലിഷ്ഡ് പോളിസീസ്, പ്രോഗ്രാംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. Planning facilitates coordination of all the interconnected activities and avoids duplication of activities. സാധാരണയായിട്ട്
വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും പ്ലാനിംഗ് ഉണ്ടെങ്കിൽ. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ നല്ല രീതിയിൽ നിർവചിക്കപ്പെട്ടത് ആയിരിക്കും. വെൽ പബ്ലിഷ്ഡ് പോളിസീസ് ഉണ്ടായിരിക്കും. നയങ്ങളെല്ലാം സുവ്യക്തമായിരിക്കും. പ്രോഗ്രാംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വ്യക്തമാക്കപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ ഓഫ് ഓൾ ദി ഇൻ്റർ കണക്റ്റഡ് ആക്ടിവിറ്റീസ്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ഏകീകരിക്കുവാനും അതോടൊപ്പം തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസിനെ ഇല്ലാതാക്കുവാനും പ്ലാനിങ്ങിലൂടെ കഴിയും എന്നത് പ്ലാനിങ്ങിൻ്റെ മറ്റൊരു പ്രാധാന്യമാണ്. ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ. പ്ലാനിങ് ശക്തമാണെങ്കിൽ അവിടെ എന്തായാലും ഏകീകരണം ഏറ്റവും നന്നായിട്ട് സാധ്യമാകും. അത് പ്ലാനിങ്ങിൻ്റെ ഒരു പ്രാധാന്യമാണ്. നെക്സ്റ്റ്, റെഡ്യൂസസ് ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ് ആൻഡ് ചേഞ്ചസ്. നമുക്കറിയാം ഫ്യൂച്ചർ ഈസ് അൺസർട്ടൺ. ഭാവി അനിശ്ചിതമാണ്. എന്താണ് സംഭവിക്കുക എന്ന് മുൻകൂട്ടി നമുക്ക് കണക്കാക്കാൻ വേണ്ടി കഴിയില്ല. ഭാവിയെ മുൻകൂട്ടി പ്രവചിക്കാൻ വേണ്ടി കഴിയില്ല. എന്നാൽ പ്ലാനിംഗ് ശക്തമാണെങ്കിലോ റെഡ്യൂസസ് ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ് ആൻഡ് ചേഞ്ചസ്. പ്ലാനിംഗ് എനേബിൾസ് ദി ഓർഗനൈസേഷൻ to predict future events and prepare to face the unexpected events. ഭാവിയെ മുൻകൂട്ടി കാണുവാനും അഥവാ അതിനെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് കണ്ടെത്തുവാനും അതോടൊപ്പം തന്നെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളെ ഫേസ് ചെയ്യാനുള്ള, അത് തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി നേടിയെടുക്കുവാനും പ്ലാനിങ്ങിലൂടെ കഴിയും. അതുകൊണ്ട് പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്? റെഡ്യൂസസ് ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ് ആൻഡ് ചേഞ്ചസ്. ഭാവി അനിശ്ചിതമാണെങ്കിലും ആ അനിശ്ചിതത്വത്തിൻ്റെ കാഠിന്യത്തെ ലഘൂകരിക്കുവാൻ പ്ലാനിങ്ങിലൂടെ സാധ്യമാകും. അതാണ് പ്ലാനിങ്ങിൻ്റെ മറ്റൊരു പ്രാധാന്യം. നെക്സ്റ്റ്, എൻകറേജസ് innovation and creativity. Planning promotes innovation and creativity on the part of managers in the sense that many new ideas come to the minds of managers during planning, which is basically a decision making function. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമെടുക്കുന്ന പ്രക്രിയ ആയിരിക്കും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അവയെപ്പറ്റി അത്തരം അൾട്ടർനേറ്റീവ്സ് പഠന വിധേയമാക്കുന്നത് കൊണ്ടും മറ്റു പ്രോഗ്രാംസുകളൊക്കെ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടും പ്ലാനിംഗ് പ്രൊമോട്ട്സ് ഇന്നവേഷൻ സംജാതമാകുക എപ്പോഴാണ്? പുതിയ പുതിയ കാര്യങ്ങൾ നടപ്പാക്കപ്പെടുമ്പോഴാണ്. പ്ലാനിങ്ങിൽ പലതരത്തിലുള്ള ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അതിൽ ഏതാണ് സ്വീകരിക്കേണ്ടത്, ഏറ്റവും നല്ല ആൾട്ടർനേറ്റീവ്സാണ് സെലക്ട് ചെയ്യുക. ചിലവ് കുറഞ്ഞ, ലാഭം കൂടുതൽ നേടിത്തരുന്ന, മറ്റ് കാര്യങ്ങളൊക്കെ അനുഗുണമാകുന്ന ഒരു ഉപാധിയായിരിക്കും പ്ലാനിങ്ങിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നവേഷനും ക്രിയേറ്റിവിറ്റിക്കും ഇത് ഇടവരുത്തുന്നു. ഇത് ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ്സിൻ്റെ പരിശോധന നടത്തുന്ന അവസരത്തിൽ, തീരുമാനങ്ങൾ എടുക്കുന്ന അവസരത്തിൽ മാനേജർ ക്രിയേറ്റീവായിരിക്കണം. അതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റിയെ പ്ലാനിംഗ് പ്രോത്സാഹിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നവേഷനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് പ്ലാനിങ്ങിൻ്റെ മറ്റൊരു പ്രാധാന്യമാണ്. നെക്സ്റ്റ്, പ്ലാനിംഗ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കി. പ്ലാനിംഗ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ബൈ സെലക്ടിംഗ് ദി ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എമംഗ് ദി വേരിയസ് ആൾട്ടർനേറ്റീവ്സ്. ധാരാളം ഉപാധികൾ ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും നല്ല ഉപാധി തിരഞ്ഞെടുക്കാൻ, അങ്ങനെ ഏറ്റവും നല്ല തീരുമാനം എടുക്കുവാൻ വേണ്ടി പ്ലാനിംഗ് സഹായിക്കുന്നു. ഒരുപാട് ഉയരത്തിലുള്ള ഒരു സ്ഥാപനം, അവിടെ വെള്ളമെത്തിക്കാൻ 2 ഉപാധികളുണ്ട്, ആൾട്ടർനേറ്റീവ്സ്.
കിണർ കുഴിക്കുക, താഴെ നിന്ന് പൈപ്പ് ലൈൻ വഴി കൊണ്ടുവരിക. ഏതാണ് ഏറ്റവും നല്ലത് എന്ന് അവ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. കിണർ കുഴിക്കുമ്പോൾ സംഭവിക്കുന്ന നഷ്ടസാധ്യത, അതിൻ്റെ ചിലവ്, പാറയുണ്ടെങ്കിൽ അത് പൊട്ടിക്കേണ്ട ചിലവ്, ഇങ്ങനെ പല ചിലവുകളുണ്ടായിരിക്കും. അതൊക്കെ പരിഗണിക്കുക. താഴെ നിന്ന് പൈപ്പ് ലൈൻ വഴി എത്തിക്കുന്ന രണ്ടാമത്തെ ആൾട്ടർനേറ്റീവ്സ്, അതിൻ്റെ ചിലവ് മുതലായ ഘടകങ്ങളൊക്കെ പരിഗണിച്ചാണ് ഏറ്റവും നല്ലൊരു തീരുമാനം എടുക്കുക. കിണർ കുഴിക്കണമോ വെള്ളം പൈപ്പ് ലൈൻ വഴി എത്തിക്കണമോ? ഇവിടെ ഇപ്പോൾ 2 ആൾട്ടർനേറ്റീവ്സേ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുള്ളൂ. ചില കാര്യങ്ങൾക്ക് 5 8 ആൾട്ടർനേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അവയൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. എന്നിട്ട് ഏറ്റവും നല്ല ഒരു ഉപാധി തിരഞ്ഞെടുക്കൂ. അതാണ് ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. പ്ലാനിങ് ഇതിനെ സഹായിക്കുന്നു. പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ്സ് ഒക്കെ അതിന് സംഭവിക്കുന്ന ചിലവുകളൊക്കെ പഠന വിധേയമാക്കിക്കൊണ്ട് ഏറ്റവും നല്ലൊരു ഉപാധി പ്ലാനിങ്ങിലൂടെ തിരഞ്ഞെടുക്കുന്നു. അപ്പോഴേ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയ ആണ് പ്ലാനിങ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇത്രയും ഇമ്പോർട്ടൻസ് ആണ് ഇന്ന് പഠിക്കുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി.